ദൈവമേ അങ്ങന്റെ നേർച്ചകൾ സ്വീകരിച്ചു. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. ദൈവസന്നിധിയിലവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ അപേക്ഷ ദൈവത്തോടും നിറവേറ്റും. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ അപേക്ഷ ദൈവത്തോടും നിറവേറ്റും. കേൾക്കണമേ എന്റെ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ.
സ്വതന്ത്രമായൊന്ന് സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഈ സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനത്തിൻ്റെ കലവറ തുറക്കണമേ. ദൈവിക ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലബല ഹലബല ശാലബല ഹലബല. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ശാലബല ഹലബ. എല്ലാവരും നദരം തുറന്ന് പരിശുദ്ധാത്മാവ് സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിച്ചതും പരിശുദ്ധാത്മാവാണ്. സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. സങ്കീർത്തനങ്ങൾ യേശു തന്നെ പാടി പ്രാർത്ഥിച്ചു. സകല വിശുദ്ധന്മാരെ പാടി പ്രാർത്ഥിച്ചു. ആ സങ്കീർത്തനങ്ങൾ ഇതാ ഞങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് യേശുവിനോടൊപ്പം, മാതാവിനോടൊപ്പം, ഔസേപിതാവിനോടൊപ്പം, സകല വിശുദ്ധരോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. റബ്ബലമാ, റബ്ബലമാ, റബ്ബലമാ. സങ്കീർത്തകനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം. ശത്രുക്കൾക്കെതിരെ സശക്തഗോപുരം. എല്ലാവരും രക്ഷാകേന്ദ്രം. ശത്രുക്കൾക്കെതിരെ സശക്തഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഈശോയെ, ഈ ജ്ഞാനം ഞങ്ങളിലേക്ക് പ്രസരിപ്പിക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അങ്ങിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ജ്ഞാനം തുറക്കണമേ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ കൂടുതൽ കൂടുതൽ കൂടുതലായി പ്രകാശിപ്പിക്കുകയും തുറക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ബുദ്ധിയും ബോധ്യവുമെല്ലാം സങ്കീർത്തനങ്ങളുടെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലേക്കും അതോടൊപ്പം ക്രിസ്തുവിജ്ഞാനീയം, അതോടൊപ്പം സ്വർഗീയ രഹസ്യങ്ങൾ, അതോടൊപ്പം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം താനേ കൂട്ടിച്ചേർക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. നമുക്കിരിക്കാം. ഇനി നമ്മളിങ്ങനെ ഇപ്പോൾ ഈ സങ്കീർത്തനത്തിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒരു വ്യാഖ്യാനമൊന്നും തരുന്നില്ല. സാവധാനം കുറച്ച് കഴിയുമ്പോൾ ഇനി നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പല രഹസ്യങ്ങളും നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാകാൻ തുടങ്ങും. ഇപ്പം ഞാനീ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ അത് സമയം നഷ്ടമാവുമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയുള്ള പങ്കുവയ്ക്കലിലാണ്. അത് പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ നിങ്ങളിൽ തുറന്നു വരും. അതാണ് എൻ്റെ കിടപ്പ്. വാസ്തവത്തിൽ കൂടുതൽ അറിയാവുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അവരെ അങ്ങനെ മസിൽ പിടിച്ചിരിക്കാതെ നമ്മൾ ഒന്ന് എളിമപ്പെടണം. വന്ന് രണ്ട് വാക്ക് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാവും, അവർക്ക് കൂടുതൽ മനസ്സിലാവും. അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ ആ മേഖലയിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പങ്കുവെച്ചാലാണ് അത് ഭംഗിയാവുള്ളൂ.
ഓക്കെ. നമ്മൾ കുറച്ച് മുമ്പ്